നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് എന്ന പദ്ധതി വഴി പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്ക് പ്രായോഗിക പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ പരിശീലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ഇതനുസരിച്ച് സോഷ്യൽ വർക്കിലെ MSW, അതായത് ബിരുദാനന്ദ ബിരുദം, അതായത് MSW നേടിയ പട്ടികജാതി വിഭാഗം യുവതി യുവാക്കൾക്കാണ് പരിശീലനത്തിന് അവസരം നൽകുന്നത്. വിവിധ ക്ഷേമ വികസന പദ്ധതി നടപ്പാക്കുന്നതിലൂടെ പട്ടികജാതി ജനവിഭാഗത്തിൽ സമഗ്ര മേഖലകളെ ശാക്തീകരണവും ഉന്നമനവും എന്ന പദ്ധതി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വകുപ്പ് സ്വീകരിക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവസരം ലഭിക്കുന്ന കാര്യം മനസ്സിലാക്കുക. യോഗ്യതകൾ പറയുകയാണെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉള്ളവരായിരിക്കണം അപേക്ഷിക്കുന്നവർ. വിദ്യാഭ്യാസ യോഗ്യത MSW ബിരുദം ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞാൽ 21 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. ജില്ലാതലത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. യോഗ്യത കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്. ഇപ്പൊ നിലവിൽ MSW പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അപേക്ഷിക്കേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കറെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്ഥിര നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കത്തില്ല. ഒരു വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിൽ നിയമനമായിരിക്കും. പിന്നീട് പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റൻഡ് ചെയ്യപ്പെടാം എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ആകെ തെരഞ്ഞെടുക്കപ്പെടുന്ന എണ്ണം 60 ആണ്. പട്ടികജാതി വിവിധ ഫീൽഡ് ഓഫീസുകളിലും ഡയറക്ടറേറ്റിലും ആയിരിക്കും പരിശീലനം ലഭിക്കുക. പ്രതിമാസ ഓണറേറിയമായിട്ട് 20,000 രൂപ ലഭിക്കും. പരിശീലന കാലാവധി 1 വർഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ മികച്ച പ്രവർത്തന മികവ് കാഴ്ചവെക്കുന്നവർക്ക് 1 വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്യപ്പെടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായും കരാർ വ്യവസ്ഥയിൽ ആയിരിക്കും നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക. നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 20,000 രൂപ ഓണററിയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓരോന്നിനും വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ 14 ജില്ലാ പട്ടികജാതി വികസന വകുപ്പുകൾ 4 പേർ 56 ഒഴിവുകൾ. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറേറ്റിൽ 4 ഒഴിവുകൾ. 4 ജില്ലകളിൽ ഓരോ ഒഴിവുകൾ വീതമുണ്ട്. അങ്ങനെയാണ് 60 ഒഴിവുകൾ എന്ന കാര്യം മനസ്സിലാക്കുക. ചുമതലകൾ പറഞ്ഞിട്ടുള്ള ഓരോ ജില്ലയിലും പരിശീലനം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവർ പ്രവർത്തിക്കേണ്ട ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭ എന്നിവ ഉൾപ്പെടുന്ന കൃത്യമായ പ്രവർത്തന മേഖല ബന്ധപ്പെട്ട ജില്ലാ ഓഫീസർമാർ നിശ്ചയിച്ച് നൽകുന്നതായിരിക്കും. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതായിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ ചുമതലയുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭ ഓഫീസിലെ നഗരസഭാ പട്ടികജാതി വികസന ഓഫീസുകളിൽ പട്ടികജാതി വികസന ഓഫീസർമാരുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ് ജോലി. അതുപോലെ പദ്ധതിജാതി പ്രൊമോട്ടർമാരുടെ സേവനം കാര്യക്ഷമമാക്കുന്നതിന് നമ്മൾ സഹായിക്കേണ്ടതായിട്ടും ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നിയമനത്തിൽ പറയുകയാണെങ്കിൽ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകൾ മുഖേന നിങ്ങളെ MSW ഉള്ള ഉദ്യോഗാർത്ഥിയെ നേരിട്ട് അപേക്ഷിക്കുന്നവരിൽ നിന്നും ഇന്റർവ്യൂ നടത്തിയിട്ട് യോഗ്യരായി തിരഞ്ഞെടുക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിശ്ചിത മാർഗത്തിൽ അപേക്ഷ ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ, അതുപോലെ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിങ്ങൾ നേരിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ജില്ലയിൽ മാത്രമേ നിങ്ങൾ അപേക്ഷിക്കാൻ പാടുള്ളൂ. പ്രത്യേകം ഓർത്തിരിക്കുക, പട്ടികജാതി ഇക്കാരായിട്ടുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപേക്ഷ തിരിക്കുന്ന അവസാന തീയതി 2020 ജൂൺ 5 ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതോടൊപ്പം അപേക്ഷാ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് വേണം നിങ്ങൾ മറ്റ് സർട്ടിഫിക്കറ്റ് കോപ്പീസ് നിങ്ങൾ നേരിട്ട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. വെബ്സൈറ്റ് ഞാൻ പറയാം. www.scdd.kerala.gov.in എന്ന വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ലഭ്യമാണ്. ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വേണം നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നമ്മൾ രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.